സ്ത്രീകളെ കയറ്റണോ വേണ്ടേ എന്നുള്ളതിൻ്റെ വലിയ ഒരു സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു, ഒരു വിധി വന്നു. അതിൽ അയ്യപ്പ മന്ദിറിൽ സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച് സ്ത്രീകളെ കയറ്റാമോ കയറ്റിക്കൂടെ എന്ന് അന്നത്തെ RSSൻ്റെ ഭയ്യ ജോഷിയെ അതായത് സർസംഘചാലകല്ല ഉപസംഘചാലക്, അതായത് രണ്ടാമത്തെ മോഹൻ ഭഗവത് കഴിഞ്ഞാൽ, ഡോക്ടർ മോഹൻ ഭഗവത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായിട്ട് സർസംഘചാലക് ഭയ്യ ജോഷിയോട് ഒരു പത്രപ്രവർത്തക പോയി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അയ്യപ്പ മന്ദിറിൽ സ്ത്രീകൾക്ക് കയറാം. അപ്പോൾ എന്താ അയ്യപ്പ മന്ദിറിൽ കയറാം, കാരണം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നോ ഇവിടെ ഇങ്ങനെ അയ്യപ്പൻ ഇങ്ങനെ ഒരു വ്രതമുണ്ടെന്നോ അതൊന്നും അറിയാതെ പറഞ്ഞതാണ്. അപ്പോൾ കയറാമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ പത്രപ്രവർത്തകർ ചോദിക്കുന്നു. അപ്പോൾ വളരെ നല്ല വിധിയാണ്, സ്ത്രീകളും പോട്ടെ, അയ്യപ്പ ഭക്തകൾക്ക് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ അമേരിക്കയിലുണ്ടായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി, അന്ന് ആദ്യത്തെ മന്ത്രിസഭയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഉത്തരവല്ല ഒരു റിക്വസ്റ്റ് വെച്ചു. 200 ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് വനിതകൾക്കുള്ള ഷീ കോംപ്ലക്സുകളും എരുമേലിയിൽ വിമാനത്താവളവും അങ്ങനെ വലിയ സ്വപ്ന പദ്ധതികളെല്ലാം അനൗൺസ് ചെയ്തു. ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. അദ്ദേഹവും പറഞ്ഞു സ്ത്രീകളെ അവിടെ കയറാം, വലിയ വിധിയാണ്. ഇവിടുത്തെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, അതുപോലെ തന്നെ യുക്തിവാദി സംഘം, സകലവരും, മഹിളാ അസോസിയേഷൻ, മഹിളാ സംഘങ്ങളെല്ലാവരും കൈയടിച്ച് സ്വാഗതം ചെയ്തു. അപ്പോഴാണ് ശബരിമലയുടെ ഭാഗത്ത് കുറച്ച് പാവപ്പെട്ട സ്ത്രീകളിറങ്ങി റോഡിലിറങ്ങി നാമജപ ഘോഷയാത്ര നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പന്തളത്ത് നിന്ന് നാമജപ ഘോഷയാത്ര ഇറങ്ങി. അപ്പോഴെല്ലാം RSSും BJPയും കോൺഗ്രസും ഒക്കെ വെറുതെ ഇരിക്കുകയാണ്. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കളം മാറുന്നു, NSS വരുന്നു, SNDP വരുന്നു, രംഗം മാറുന്നു. RSS ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. സമരത്തിന് അവർ രംഗത്തിറങ്ങുന്നു. നായർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ അതുവരെ റോഡിലിറങ്ങി പദസഞ്ചലനമോ സമരമോ യാത്രയോ ഒന്നും നടത്താത്ത നായർ സമുദായത്തിലെ സ്ത്രീകൾ, വയസ്സായവർ, പ്രായമായവർ ഒന്നടങ്കം റോഡിലിറങ്ങി നാമജപ ഘോഷയാത്രയായി. പിന്നെ SNDPക്കാർ ഇറങ്ങുന്നു. വലിയ തോതിലായി കേരളം നിറഞ്ഞു നിൽക്കുന്ന നാമജപ ഘോഷയാത്രകളാകുന്നു. BJP അത് ഏറ്റെടുക്കുന്നു. സുരേന്ദ്രൻ BJP പ്രസിഡൻ്റാണ്, അദ്ദേഹം ഈ വിഷയമെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ജഗപുക ഫേറ്റബഹളമായി. ഇതിനിടയിലാണ് ഒരു 2600-2700 ആളുകൾക്ക് കേസ് വന്നു. നാമജപ ഘോഷയാത്രയുടെ മുമ്പിൽ നിന്നവർക്കും പിമ്പിൽ നിന്ന് എല്ലാവർക്കും കേസ് വന്നു. 10-700 സ്ത്രീകൾക്കും കേസ് വന്നു, വയസ്സായവർക്ക് കേസ് വന്നു. ഈ കേസിൽ 659 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം 21-ാം തീയതി, ഈ കഴിഞ്ഞുപോയ 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി, ഒരു റിവ്യൂ നടത്തി. എല്ലാ കേസുകളും പിൻവലിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. പക്ഷേ 695 കേസുകൾ പിൻവലിക്കണമെങ്കിൽ അത് 1 by 1 ആയിട്ടേ പിൻവലിക്കാൻ പറ്റുമോ. പല കോടതികളിൽ പല വകുപ്പുകൾ ചുമത്തി പല കേസുകളാണ്, അല്ലാതെ എല്ലാം കൂടി ഒറ്റ ഓർഡറിൽ പിൻവലിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതെല്ലാം നിയമവശം നോക്കി ഏറ്റവും അപകടകരമല്ലാത്ത, ഏറ്റവും കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 2700-2800 കേസുകളിൽ ഒരു 10-100 കേസുകൾക്ക് താഴെ മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം തീർക്കാനാണ് സാധ്യത. അതിലൊരു 250-270 കേസുകൾ കോടതി വെറുതെ വിട്ടു. ചിലത് തെളിവില്ല എന്ന് പറഞ്ഞു വിട്ടു. ചിലതൊക്കെ ചെറിയ ചെറിയ ശിക്ഷകൾ 6 മാസം 1 വർഷമൊക്കെ ശിക്ഷിച്ചു. ചിലർക്ക് ചില ഫിനാൻഷ്യൽ സാമ്പത്തിക പൈസയൊക്കെ അടച്ചുകൊണ്ട് ശിക്ഷ കൊടുത്തു. അങ്ങനെ പല രൂപത്തിലായി. എന്തായാലും 2900-ഓളം വരുന്ന, 2700 മുതൽ 2900-ഓളം വരുന്നവരിൽ 695-700 പേരൊഴിച്ച് ബാക്കി 2200 പേരുടെ കേസും രാശിയാക്കിയിട്ടുണ്ട്, സെറ്റിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കേസും കൂടെ ഉടനെ സെറ്റിലാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വന്നത് നന്നായി. ഇത് ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെയാണ് കൂടെ നിർത്തുക എന്നുള്ള നല്ലൊരു എക്സർസൈസ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇതൊക്കെ വരുന്നു എന്നുള്ളൊരാക്ഷേപം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ആക്ഷേപമാണോ ശരിയാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും വിശ്വാസ സംഗമം നടത്തി. അതിൻ്റെ പേരിൽ വലിയ വിവാദമുണ്ടായി, തർക്കമുണ്ടായി. ഇപ്പോഴിതാ പുതിയ വിവാദവും വരുന്നു. എന്തായാലും ഏത് വിവാദങ്ങളുണ്ടായാലും കേസുകളെല്ലാം പിൻവലിക്കട്ടെ. ഒരുപാട് ആളുകൾക്കാണ് ഇത് സംബന്ധിച്ച് PSC ജോലി കിട്ടാതിരുന്നത്, വിദേശത്ത് പോകാൻ പറ്റാതിരുന്നത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്രിമിനൽ കേസാണ്. പക്ഷേ എന്തായാലും അത് മാറുന്നു, ഒരുപാട് പേര് രക്ഷപ്പെടുന്നു. വളരെ നല്ല കാര്യം. ബാക്കി 695 പേരുടെ കേസും പിൻവലിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പ്രധാന കേസുകളും ഉൾപ്പെടെയും വളരെ പെട്ടെന്ന് വിധിയാക്കി പിൻവലിപ്പിക്കാനുള്ള, ഒന്നുകിൽ വിധിയാകട്ടെ അല്ലെങ്കിൽ പിൻവലിക്കട്ടെ, എന്തായാലും കേസിന് അന്തിമമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് രാഷ്ട്രീയ പൗരൻ്റെ പേരിലായാലും ശബരിമല അയ്യപ്പന് വേണ്ടി, അവിടുത്തെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നാമജപ ഘോഷയാത്ര നടത്തിയ പുരുഷന്മാരുടെ സ്ത്രീകളുടെ കേസില്ലാതാകുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ്.